ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് ഐക്യദാർഢ്യവുമായി അറബ് രാജ്യങ്ങൾ. ഖത്തർ അമീറുമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ കൂടിക്കാഴ്ച നടത്തി. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ജോർദാൻ കിരീടാവകാശി ഹുസൈനും നാളെ ഖത്തറിലെത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി UAE-യിൽ നിന്ന് അരുൺ പാറാട്ട് തത്സമയം ചേരുന്നു. അരുൺ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ. കഴിഞ്ഞ മണിക്കൂറിലധികമായി അതിസങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു ഗൾഫ് മേഖല കടന്നു പോകുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ശക്തമായി അപലപിച്ചാണ് രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഗൾഫിലെ വിവിധ രാഷ്ട്ര നേതാക്കളെല്ലാം നേരിട്ട് ഖത്തറിലെത്തുന്ന സാഹചര്യം ഉണ്ടായത്. തങ്ങളുടെ ഐക്യദാർഢ്യം നേരിട്ട് അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മേഖല ഒന്നാകെ ഈ വിഷയത്തെ വലിയ തോതിൽ തന്നെ വളരെ ഗൗരവമായി കാണുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് കാലങ്ങളായി ഖത്തർ തന്നെയാണ് വലിയ തോതിലുള്ള മധ്യസ്ഥം വഹിച്ചിരുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ഖത്തർ ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. ആ രാജ്യത്തേക്കാണ് ഇപ്പോൾ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് വലിയ തോതിൽ തന്നെ മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് രാവിലെയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഖത്തറിലെത്തിയത്. സൗഹൃദ സന്ദർശനമാണെന്നാണ് UAE വാർത്താ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. ഖത്തർ അമീർ നേരിട്ടെത്തിയാണ് പ്രസിഡന്റിനെ വരവേറ്റത്. അതോടൊപ്പം തന്നെ പ്രസിഡന്റിന്റെ കൂടെ UAE പ്രതിരോധ മന്ത്രിയുണ്ട്, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുണ്ട്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തുടങ്ങിയ ആളുകളും ഈ ഒരു സംഘത്തിൽ ഖത്തറിലെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഖത്തറിന്റെ പരമാധികാരം, അതോടൊപ്പം തന്നെ ഖത്തറിലെ ജനങ്ങളുടെ സുരക്ഷ ഇത് സംരക്ഷിക്കാനുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് UAE പ്രസിഡന്റ് സന്ദർശനത്തിനിടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ബഹ്റിനിലേക്കും ഇന്ന് യാത്ര തിരിച്ചു. ബഹ്റിൻ രാജാവുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഖത്തറിനെതിരെയുള്ള ഈ ഒരു ആക്രമണം ഉൾപ്പെടെ ആ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജോർദാൻ കിരീടാവകാശി ഹുസൈനും ഖത്തറിലെത്തിയിട്ടുണ്ട്. നാളെ സൗദി കിരീടാവകാശിയും ഖത്തറിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മേഖലയിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇന്നലെ നടന്ന നടപടിക്കെതിരെ ശക്തമായി തന്നെ രംഗത്തെത്തുന്ന കാഴ്ചയാണുള്ളത്. ഖത്തർ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും ഒപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അറബ് ലീഗ്, GCC ഇതെല്ലാം ഒരേ സ്വരത്തിലാണ് ഖത്തറിനെതിരായിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തെ ഇന്നലെ മുതൽ തന്നെ അപലപിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതിനിടെ ഖത്തറിലെ സാഹചര്യം നോക്കുകയാണ്. ഖത്തറിൽ ജനജീവിതം ഉൾപ്പെടെ ഇന്നലെ മുതൽ തന്നെ സാധാരണ നിലയിലാണ്. ഈ ആക്രമണത്തിൽ അന്വേഷണം ഒരു ഭാഗത്ത് തന്നെ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഖത്തറിന്റെ ആഭ്യന്തര സുരക്ഷാ സേനാംഗം ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു എന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ലഖ്വിയ സേനാംഗമായിട്ടുള്ള ബദർ സാദ് മുഹമ്മദ്, അതോടൊപ്പം തന്നെ മൗമിൻ ജവാദ് അസൂന എന്നിവരാണ് കൊല്ലപ്പെട്ട ഈ 2 പേരെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 പേർ കൊല്ലപ്പെട്ടു എന്ന് ഖത്തർ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഗൾഫ് മേഖല എല്ലാം തന്നെ ഖത്തറിന് വലിയ തോതിലുള്ള സപ്പോർട്ടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.